ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതാ വീഡിയോ കണ്ടുനോക്കാം. ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും പിന്നെ മക്കളെ സ്കൂളിൽ പോകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വേഗം കിച്ചണ് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ വേഗം ഗ്യാസ് സ്റ്റോപ്പ് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ. ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. പിന്നെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഡെയിലി എന്നും മിക്സി നല്ലപോലെ ഇതുപോലെ നല്ലോണം ഒന്ന് തുടച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് മിക്സിയൊന്നും പെട്ടെന്ന് തന്നെ ഡീപ്പ് ക്ലീനും കാര്യങ്ങളൊന്നും വരില്ല. എല്ലാ ഭാഗവും നല്ലോണം ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഇതാ കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞിട്ട് ഞാൻ ചോറിനുള്ള അരിയും വെള്ളം കൂടി ഒന്ന് ഗ്യാസ് മേൽ വെച്ച് കൊടുത്തിരിക്കണം. ഇനിയിപ്പോൾ അത് തിളച്ചാൽ റൈസ് കുക്കർക്ക് ഇറക്കി വെക്കണം. പിന്നെ ഇതാ ഉപ്പേരിക്ക് ഇന്നലെ കട്ട് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിൽ വാഴക്കയാണ്, അപ്പോൾ അതൊന്ന് കുക്കറിൽ വേവിക്കാനും കൂടി വെക്കണം. പിന്നെ കറി ഇന്നലത്തെ അയില മുളക് ഇട്ടതുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കറി വെക്കണില്ല. ഇനിയിപ്പോൾ വേണമെങ്കിൽ രാത്രിയിലാണ് വെക്കണുള്ളൂ. പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യാൻ മസാല വെച്ചിട്ട് ഫ്രിഡ്ജിലും വെച്ചിരിക്കണ്. അപ്പം ഇന്ന് ഉച്ചക്കത്തെയും രാവിലത്തെയൊക്കെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ആ ഒരു വാഴക്കുപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാത്രം ജസ്റ്റ് ഒന്ന് കഴുകി വെക്കുകയാണ്. ഒരു പാത്രമാണെങ്കിലും അത് അപ്പം കഴുകി വെക്കുകയാണെങ്കിൽ പിന്നെ സിങ്ക് ഇതുപോലെ വൃത്തികേടായിട്ട് കിടക്കില്ലല്ലോ. അങ്ങനെ ഇതാ ബെഡ്റൂം രണ്ടും നല്ല പോലെ ഒന്ന് സെറ്റാക്കി ഇട്ടിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഡിഷ് വാഷറിൽ നിന്ന് കുറച്ച് പാത്രങ്ങൾ കഴുകി കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് സ്റ്റാൻഡ് മിൽക്ക് വെച്ച് കൊടുക്കും കൂടി ചെയ്യാണ്. ഇനിയിപ്പോൾ ഇതാ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുള്ള ഈ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് പൊടി തുടച്ചിട്ടും കൂടി വെക്കുകയാണ് കേട്ടോ. ഡെയിലി ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കലുണ്ട്. പക്ഷെ ഡീപ്പായിട്ട് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് തുടച്ചു കൊടുക്കലുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഇത് നല്ലപോലെ എല്ലാതും ഒന്ന് എടുത്തിട്ടൊന്ന് തുടച്ചു കൊടുക്കുകയാണ്.
ഇപ്പോൾ ഈ ഒരു കൗണ്ടർ ടോപ്പും നല്ലോണം ഒന്ന് ക്ലീൻ ആക്കി ഇട്ടുകണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.